ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ നിരന്തരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട് ഐശ്വര്യമില്ലാതായി തീരുകയും, അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലാതെ ഒരിക്കലും നമുക്ക് ഉയർന്നു ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും ഗതി പിടിക്കുന്നില്ല, അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും കരകയറാൻ സാധിക്കുന്നില്ല. നമുക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. ഇത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട്. അതിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വരുന്നതും, അതുപോലെ തന്നെ സമയം തെറ്റി ചെയ്യുന്നതുമൊക്കെ നമ്മുടെ ഗ്രഹത്തിന് വളരെ ദോഷം തന്നെയാണ്. ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ നിരന്തരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട് ഐശ്വര്യമില്ലാതായി തീരുകയും, അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലാതെ ഒരിക്കലും നമുക്ക് ഉയർന്നു ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലാതെ ഒന്നുമായി തീരാതെ ജീവിതം അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞും കേട്ടുകൊണ്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗൃഹത്തില് വളരെയധികം ലക്ഷണം തന്നെ ഉണ്ടാകും. ലക്ഷണം എന്ന് പറഞ്ഞാൽ വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തന്നെ ഉണ്ടാകുമെന്നതില് യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ വിളക്ക് കൊളുത്തിയതിനു ശേഷം, അതായത് ത്രിസന്ധ്യാ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഏകദേശം 10 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ നിത്യവും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യക്കേട് നിങ്ങളുടെ വീട്ടിലും ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നിർബന്ധമായിട്ടും ത്രിസന്ധ്യാ സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട്, തൊട്ടു മുൻപായിട്ടും വിളക്ക് കൊളുത്തിയതിന് ശേഷവും ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതിന് 1 മണിക്കൂറത്തേക്ക് ആഹാരം കഴിക്കാൻ പാടില്ല. ആഹാരം കഴിക്കുന്നത് വിഷം കഴിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ത്രിസന്ധ്യാ സമയത്ത് ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളത് തിരിച്ചറിയുക. നിങ്ങൾ വിശപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ആഹാരം കഴിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്ക് തെളിയിച്ച് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. അപ്പോൾ ഒരു കാരണവശാലും ത്രിസന്ധ്യാ സമയത്ത് ആഹാരം കഴിക്കരുത് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. ഒരു ഗതിയും ഉണ്ടാകില്ല. പിന്നെ അത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം അണയ്ക്കുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന തീരുന്നുവോ ആ സമയത്ത് നിങ്ങൾക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ്. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ശകല നേരമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കണം. ഭഗവാനോട് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ നമുക്ക് ഒരു കാര്യവും നേടാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും കാര്യങ്ങളും ഭഗവാൻ അറിയുന്നത്. അല്ലാതെ ഭഗവാൻ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. അതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 5-10 മിനിറ്റ് നിലവിളക്ക് തെളിയിച്ചു വെച്ച് അത് അണയ്ക്കാനായിട്ട് പാടില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും നിലവിളക്ക് തെളിയാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ നിലവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ലഭിക്കുകയുള്ളൂ. ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വളരെ തിരക്ക് പിടിച്ച മനുഷ്യരായിരിക്കും. 5 മിനിറ്റൊക്കെ നിലവിളക്ക് തെളിയിച്ചു വെച്ച് അത് അണച്ച് എടുത്തു വയ്ക്കും. അങ്ങനെ ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ചിട്ടകൾ പാലിച്ച് തന്നെ നിലവിളക്ക് തെളിയിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും കരിന്തിരി കത്താനായിട്ട് അനുവദിക്കരുത്.
അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ആ ഒരു നിലവിളക്കിന്റെ ജ്വാലയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിലവിളക്ക് അണഞ്ഞു പോകുന്നതൊക്കെ അശുഭ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നിലവിളക്കായിരിക്കണം നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ടത്. അതിനു മുൻപ് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടില് വിളക്ക് കൊളുത്തുന്നത് കാണരുത്. പ്രത്യേകിച്ചും തെക്ക് പടിഞ്ഞാറ് വിളക്ക് കാണുന്നത് വളരെ ദോഷകരമാണ്. തെക്ക് പടിഞ്ഞാറിൽ നിന്നും നമ്മളൊരു വിളക്ക് കൊളുത്തുന്നത് കാണുകയും അതിനുശേഷം നമ്മുടെ വീട്ടില് വിളക്ക് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞാല് അത് വളരെയധികം ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിസന്ധ്യാ സമയമായാല് നമ്മുടെ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തുവാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം നമ്മുടെ വീടിനകത്ത്, അതായത് വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം തൂത്തുവാരാനായിട്ട് പാടുള്ളതല്ല. നമ്മുടെ വീടിന്റെ അകമായാലും പുറമായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തിയാക്കുന്ന പരിപാടികളൊന്നും തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യരുത്. അത് ഈവൻ നമ്മുടെ അടുക്കളയായാൽ പോലും നിലവിളക്ക് തെളിയിച്ചു വെച്ച് നമ്മൾ വൃത്തിയാക്കാനായിട്ട് നിൽക്കരുത്. എപ്പോഴും നമ്മുടെ വീട് നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ശുദ്ധിയും വൃത്തിയും ഉള്ളതായിരിക്കണം. അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം വേണം ത്രിസന്ധ്യാ സമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീടിന്റെ മുൻവാതില്, പ്രധാന വാതില് തുറന്നിരിക്കുകയും ബാക്ക് ഡോറ് അടയ്ക്കുകയും ചെയ്യണം. ഇത് ഫ്ലാറ്റിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക് 2 ഡോർ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്നു വെച്ചതിന് ശേഷം നിലവിളക്ക് തെളിയിക്കുക. നമുക്കറിയാം വീടുകളില് മുന്നിലും ഒരു ഡോർ ഉണ്ടാവും, അതുപോലെ തന്നെ അടുക്കള ഭാഗത്തായിട്ട് മറ്റൊരു ഡോർ ഉണ്ടാകും. അപ്പൊ എപ്പോഴും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ ഒരു ഡോറ് അടച്ചതിന് ശേഷം വേണം നിലവിളക്ക് തെളിയിക്കാനായിട്ട്. അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അടുക്കളയിലെ വാതിലിനടുത്തായിട്ട് ഒരു ചട്ടിയിൽ അല്പം തീ കൂട്ടിയിട്ട് കത്തിക്കാവുന്നതാണ്. ചകിരിയോ മറ്റോ എടുത്ത് ഒരല്പം തീ കൂട്ടിയിട്ട് കത്തിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ആ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ ഐശ്വര്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് ത്രിസന്ധ്യാ സമയത്ത്, അതായത് നിലവിളക്ക് കൊളുത്തിയ ശേഷം ഉപ്പ് ഒരു കാരണവശാലും കൈമാറരുത്. അതുപോലെ തന്നെ കടുകും ഒരു കാരണവശാലും കൈമാറാൻ പാടുള്ളതല്ല. ഈ ത്രിസന്ധ്യാ സമയത്ത് എന്ന് മാത്രമല്ല കേട്ടോ, ഉപ്പൊന്നും ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാൾക്ക് കൈമാറാനായിട്ട് പാടില്ലാത്ത വസ്തുവാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറുന്നത് നമ്മൾക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തും എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. അതുകൊണ്ട് അത് പരീക്ഷിക്കാനും നിൽക്കരുത് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് പൈപ്പ് ചോർച്ചയുണ്ടെങ്കിൽ ത്രിസന്ധ്യ ആകുന്നതിന് മുൻപ് തന്നെ ആ പൈപ്പിന്റെ ചോർച്ച മാറ്റേണ്ടതാണ്. കാരണം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാല് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഈ വഴി നമുക്ക് ചോർന്നു പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ധനനഷ്ടവും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സൂചനകൾ കാണുന്ന സമയത്ത് നമ്മളത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കാരണവശാലും നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം കിണറ്റിൽ നിന്നും വെള്ളം കോരാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം അതിന് മുന്നേ തന്നെ നിങ്ങൾ കോരി വെക്കേണ്ടതാണ്. ഒരു കാരണവശാലും സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കരുത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും ത്രിസന്ധ്യാ സമയത്ത് നമ്മൾ തുളസി നുള്ളാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾക്ക് പൂജയ്ക്കോ മറ്റോ തുളസി ആവശ്യമെങ്കിൽ സന്ധ്യാസമയത്തിന് മുൻപായിട്ട് ആ ഒരു തുളസി പറിച്ചു വയ്ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സന്ധ്യാസമയങ്ങളിൽ നമ്മൾ തുളസി നുള്ളിക്കഴിഞ്ഞാല് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും കോപത്തിനിരയാകും എന്നുള്ളതാണ്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ നിത്യവും നമ്മൾ ചെയ്യുന്ന ഈ തെറ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തും. എപ്പോഴും കഷ്ടപ്പാടുകളും ദുഃഖദുരിതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു തെറ്റ് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ
ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.